നമ്മുടെ വിചിന്തനത്തിന് അടിസ്ഥാനമായി ഇന്ന് രാത്രിയിൽ സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കാം. Proverbs 28:13. എല്ലാവരും തങ്ങളുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് സന്ധ്യാസമയം അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായുള്ള സ്വർഗീയ ഭോജനം നൽകി ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുവാൻ ഈ രാത്രി കൃപ ചെയ്യണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായ ശലോമോൻ, ദൈവദത്തമായ ജ്ഞാനം പ്രാപിച്ച ശലോമോൻ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേതും ഏറ്റവും വലിയതുമായ പുസ്തകമാണ് സദൃശവാക്യങ്ങൾ. പ്രായപരിധിയില്ലാതെ, പദവി പരിധിയില്ലാതെ എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ ഉതകുന്ന സൽപ്രബോധനങ്ങൾ ഈ പുസ്തകത്തിൽ അന്തർലീനമാണ്. മറ്റൊരു സവിശേഷത, സൽപ്രബോധനങ്ങൾ നൽകുമ്പോൾ തന്നെ ഒപ്പം വിപൽ പ്രബോധനങ്ങളും ഇതിനകത്ത് അന്തർലീനമാണ്. നന്നാകാനുള്ള വഴി, നശിക്കാനുള്ള വഴി, ഉയരത്തിലേക്കുള്ള വഴി, താഴ്ചയിലേക്കുള്ള വഴി, വിജയ ജീവിതത്തിലേക്കുള്ള വഴി, പരാജയത്തിലേക്കുള്ള വഴി, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി, നരകത്തിലേക്കുള്ള വഴി, ഇവയെല്ലാം കമ്പാരറ്റീവ് സ്റ്റഡി, തുലനാത്മകമായ പഠനം ഇതിൽ കാണുവാൻ കഴിയും. അതും വിശേഷിച്ച് ഒരു മാസത്തിൽ 31 ദിവസമുണ്ടെങ്കിൽ 31 ദിവസങ്ങളിലും കൃത്യമായി വായിക്കത്തക്കതുപോലെ 31 അധ്യായങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ അനുഗ്രഹീതമായ പുസ്തകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിക്കുന്നത്. ഇപ്പോൾ വായിച്ചു കേട്ടത് നന്നാകുവാൻ, ശുഭകരമായി ജീവിപ്പാൻ, ജീവിതത്തിൽ വിജയം വരിക്കുവാനുള്ള വഴി എന്ത്, പരാജയപ്പെടുവാനുള്ള വഴി എന്ത് ഇവിടെ കാണുവാൻ കഴിയും. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുക, ആ വ്യക്തിക്ക് ഒരു കാലത്ത് ശുഭം വരികയില്ല, പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ അവന് ദൈവകരുണ പ്രാപിക്കും, ദൈവത്തിൽ നിന്ന് ദയ പ്രാപിക്കും, അവൻ ആത്മീയമായി വളരുവാനിടയായിത്തീരും. പാപം സാർവത്രികമായ ഒരു പ്രശ്നമാണ്. എല്ലായിടത്തുമുള്ള എല്ലാവരും പാപം ചെയ്തവരാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സർവ്വലോക വ്യാപകമാണ് പാപമെങ്കിലും പാപത്തോടുള്ള മനുഷ്യന്റെ മനോഭാവം വിഭിന്നമാണ്. ചില ആളുകൾക്ക് പാപം ചെയ്യുന്നതൊരു കളി, ഒരു തമാശ, ഒരു രസം, നേരം പോക്കാണ്. മറ്റു ചില ആളുകൾക്ക് ഇത് ഗൗരവമാണെന്നറിയാം, പക്ഷെ തുടങ്ങിപ്പോയി, ആസക്തി കൊണ്ട് അതിൽ ലയിച്ച് കിടക്കുന്നു. അതിൽ നിന്ന് വിട്ടു നീങ്ങുവാൻ വളരെ പ്രയാസമാണ്. വലിയ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് കിടക്കുമ്പോൾ വിട്ടേച്ച് പോരുവാൻ പറഞ്ഞാലും ഇല്ല, ഞാൻ വിട്ടാലും എന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കുരുങ്ങി നശിക്കുന്നത് പോലെ അനേകർ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റു ചില ആളുകൾ നിരീശ്വരവാദികളാണ്. ദൈവമില്ല, സ്വർഗമില്ല, ഭൂതമില്ല, പിശാചില്ല, മരണാനന്ദ ജീവിതമില്ല, ആത്മാവില്ല, സ്വർഗമില്ല, നരകമില്ല, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഈ വിധത്തിൽ ഭാവിയെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ വിചാരമില്ലാതെ പാപജീവിതത്തിൽ തുടരുന്നു മറ്റൊരു വലിയ കൂട്ടം ആളുകൾ എന്ന് നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ വിഭിന്ന തരത്തിൽ മനുഷ്യൻ പാപത്തെ വീക്ഷിക്കുന്നു. ഞാൻ സാധാരണ പറയാറുള്ള ഉദാഹരണം, സുഗന്ധപൂരിതമായ ഒരു റോസപുഷ്പം ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്താൽ അതിന്റെ സുഗന്ധം ആസ്വദിക്കുകയില്ല. അത് പിച്ചി, ചിന്തി, ഞെവിടി, പൊടിച്ച് കുറച്ച് മൂക്കിനകത്ത്, കുറച്ച് വായും, കുറച്ച് ചെവിയും, കുറച്ച് തലയും, ബാക്കിയുള്ളതിന് പുറത്തുകൂടെ അത് നിരങ്ങുവാൻ തുടങ്ങും. ഒരു പശു ആ വഴി വന്നാൽ അതിനെ തിന്നേച്ചു പോകും, അല്ലെങ്കിൽ അതിനെ ചവിട്ടി തേച്ചിട്ട് പോകും. ഒരു കവി ആ പുഷ്പത്തെ കണ്ട വീണപൂവേ
വീണപൂവേ വിടർന്നതെന്തിനു നീ എന്നോ ഭക്തകവിയാണെങ്കിൽ പുല്ലിനു തുല്യം നീ ജീവിതം വയലിൽ പൂവെന്ന പോലിതു പോകുന്നു തുലവിൽ. മാനുഷിക ജീവിതത്തിന്റെ നിസാരത്വം ഒരു പുഷ്പത്തോട് തുലനം ചെയ്ത് ഒരു കവിത ചമയ്ക്കും. ഒരു ശാസ്ത്രജ്ഞന്റെ കയ്യിൽ ഈ പുഷ്പത്തെ കിട്ടിയാൽ അതിന്റെ ഇതളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്തുകൊണ്ട് ഈ പുഷ്പം വീണപ്പോൾ എന്തുകൊണ്ട് താഴോട്ട് വീണു, എന്തുകൊണ്ട് ഇത് മേലോട്ട് പൊങ്ങിയില്ല, ഇതിന്റെ ഇതളുകൾ എന്തുകൊണ്ട് വാടുന്നു, ഏച്ചു വെച്ച് കുത്തിക്കെട്ടിയാലും ഒട്ടിച്ചാലും ഇത് വാടുന്നതിന്റെ കാരണമെന്ത്? അവന്റെ ഫീൽഡ് ഗവേഷണമാണ്, റിസർച്ചാണ്. അവൻ അതിനനുസരിച്ച് പഠിക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന സാധാരണ പുരുഷന്മാരിൽ ഒരാളുടെ കയ്യിൽ ഇത് കിട്ടിയാൽ 1 മണപ്പിച്ചു, 2 മണപ്പിച്ചു, 3 മണപ്പിച്ചു, എറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പാട്ടിന് പോകും. എന്നാൽ ഒരു സ്ത്രീയുടെ കയ്യിൽ കിട്ടിയാൽ മണപ്പിച്ച് ഒരിക്കലും അത് ഉപേക്ഷിക്കുന്നില്ല. ചില സ്ത്രീകളോ തലമുടിയിലൂടെ ചൂടും, കുറെ വരുന്നവരും മണക്കട്ടെ. മനസ്സിലായി? ചുരുക്കി പറഞ്ഞാൽ പുഷ്പം ഒന്നാണെങ്കിലും വീക്ഷണം പലതാണ്. ശിശുവിനൊരു കളിപ്പാട്ടമാണ്, പശുവിന് തീറ്റി സാധനമാണ്, കവിക്ക് ഗാനവസ്തുവാണ്, ശാസ്ത്രജ്ഞന് ഗവേഷണ വസ്തുവാണ്. പുരുഷനത് മണപ്പിച്ചിട്ട് ഉപേക്ഷിക്കാനുള്ളതാണ്, സ്ത്രീക്കത് മണപ്പിച്ച് സൂക്ഷിക്കാനുള്ളതാണ്. ഇതുപോലെയാണ് പാപത്തിന്റെ നാറ്റം. ആദ്യത്തെ നരനും നാരിയും പാപം ചെയ്തു. ആദാമേ, നീ ചെയ്തതെന്ത്? തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുവാൻ ശ്രമിച്ചു. എല്ലാവരും കൂടെ ഇരിപ്പാൻ നീ തന്നു. ഈ സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുപോയി. സ്ത്രീയെ, നീ ചെയ്തതെന്ത്? അതാ പോകുന്നു ചോദിച്ചാലും നീ ഉണ്ടാക്കി ഇങ്ങോട്ട് വിട്ട ജന്തു എന്റെ കുറ്റമല്ല, മറ്റവരുടെ കുറ്റം. സാഹചര്യത്തെ പഴിയായിരുന്നു. അവർക്കുണ്ടായ കൺമണി, ആദ്യത്തെ കൺമണി കായീൻ സ്വന്തം അനുജനായ ഹാബേലിനെ കൊന്ന് വകവരുത്തി മടങ്ങി വരുമ്പോൾ ദൈവം ചോദിച്ചു, വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ അനുജനായ ഹാബേൽ എവിടെ? ദൈവമേ, എന്റെ കോപത്തിൽ ഞാൻ അവനെ കൊന്നുവെന്നല്ല പറയുന്നത്. ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ. റിബല്യസ് ആറ്റിറ്റ്യൂഡ്, മത്സര മനോഭാവമാണ്. ആഖാൻ തന്റെ പാപത്തെ കുഴിച്ചു മൂടുന്നു. ഗേഹസിയെ, നീ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങും പോയില്ല, പച്ച കള്ളം പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുക, ആ യൂദ തന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നു. പല ആളുകളും പാപം ചെയ്ത് പലവിധ മനോഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കൂ. പടിഞ്ഞാറിനെ ആകാം, മറുതലിക്കുന്ന കായീൻ, കുഴിച്ചു മൂടുന്ന ഒരാകാൻ, കള്ളം പറയുന്ന ഗേഹസി, സ്വയം നീതീകരിക്കുന്ന ശൗൽ, കെട്ടിഞ്ഞാതി ചത്തുകളയിലെ യൂദ, ഇവരൊക്കെ ശപിക്കപ്പെട്ടപ്പോൾ അലറിക്കരഞ്ഞ് ദൈവത്തോട് കേണപേക്ഷിച്ച ദാവീദ് നീതീകരിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നോട് ചോദിക്കുന്നു, നിന്റെ ലംഘനങ്ങളെ കുറിച്ചുള്ള നിന്റെ മനോഭാവം എന്ത്? ദൈവത്തിന് സ്തോത്രം. പഴിചാരരുത്, മറുതലിക്കരുത്, സാഹചര്യത്തെ കുറ്റപ്പെടുത്തരുത്, കുഴിച്ചു മൂടരുത്. എന്നാൽ ദൈവസന്നിധി ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കരുണ ലഭിക്കുമെന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മീയ മണ്ഡലത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് നീ പോകണമോ? നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നീ നയിച്ചേ മതിയാകുള്ളൂ. അതിനോട് യോജിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സാർവത്രികമാണ് പാപം. ചള്ളക്കുഴിയിൽ ഒരു ആട്ടിൻകുട്ടിയെയും പന്നിക്കുട്ടിയെയും ഇട്ടാൽ ആ ചള്ളക്കുഴിയിൽ കിടന്നുകൊണ്ട് ആ പന്നിക്കുട്ടി ലയിച്ച് രസിച്ച് സന്തോഷിക്കും. എന്നാൽ ആട്ടിൻകുട്ടിയോ അതിൽ നിന്ന് തുഴഞ്ഞ് കരകയറി അത് ഉരുമി നന്നാകുവാൻ ശ്രമിക്കും. യേശുവിന്റെ തിരുരക്തത്താൽ സമ്പാദിച്ച ദൈവസഭയെ യേശു വിളിച്ചത് ചെറിയ പന്നിക്കൂട്ടമേ എന്നല്ല, ചെറിയ ആട്ടിൻകൂട്ടമേ എന്നാണ്. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിലാണ് ഞാൻ എന്ന് നിശ്ചയമുള്ളവർ ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യട്ടെ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും നിന്ന് ഞാൻ നിലവിളിച്ചു. എന്റെ നിലവിളി അവൻ കേട്ടു. എന്നെ അവൻ കരകയറ്റി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഇനി അടങ്ങിയിരിക്കാനാവില്ല. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പ്രൈസ് ദി ലോർഡ്. ഏകവചനത്തിൽ മാത്രം അതുവരെ പറഞ്ഞ ദാവീദിൽ ഒരു വ്യത്യാസം കാണൂ. ഞാൻ നിലവിളിച്ചു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി.
എന്റെ വായിൽ പുതിയ പാട്ട് തന്നു. അതുവരെ ഞാൻ എന്റെ എന്ന് പറഞ്ഞ ശേഷം സ്തുതിയുടെ കാര്യം പറയുമ്പോൾ എന്റെ ദൈവത്തിന് സ്തുതി എന്നല്ല, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. എന്താ പെട്ടെന്ന് വ്യാകരണം വ്യത്യാസപ്പെട്ടത്? രക്ഷിക്കപ്പെടുന്നത്, വീണ്ടും ജനിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിലും ആരാധന ഒരുമിച്ചിരുന്നാണ്. ദൈവത്തിന് സ്തോത്രം. ജാതി, ഗോത്രം, ഭാഷ, വംശം എന്നീ ഒത്തൊരുമിച്ച് നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ദൈവകൃപയുടെ മഴ നമ്മുടെ മേൽ ചൊരിയപ്പെടും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ലംഘനങ്ങളെ മറയ്ക്കൂ, ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞുപേക്ഷിക്കൂ, കരുണ ലഭിക്കും. ഇതോടൊപ്പം അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളോട് വേഗം വായിക്കാം. പത്രോസ് അവരോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതല്ലായ കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കുപോകലില്ല. നീ ഭക്ഷണത്വം വിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തോട്, കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങുവാൻ പണവുമായി വന്ന ശിമോനോട് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നിന്റെ വഷളത്വം വിടണം, മാനസാന്തരപ്പെടണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിശ്ചയമായും നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമെന്നല്ല. പിന്നെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഒരു പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. അങ്ങനെയല്ല. സദൃശവാക്യങ്ങൾ 28:13 നമ്മൾ വായിച്ചത്, ലംഘനം ക്ഷമിക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞുപേക്ഷിച്ചാൽ കരുണ ലഭിക്കും. ഒരു പക്ഷേ കരുണ ലഭിക്കുമെന്നല്ല. ഇന്ന് രാത്രി നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ പുസ്തകത്തിൽ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കൂ. അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. ഒരു സ്ഥാനത്ത് പ്രത്യക്ഷമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റൊരു സ്ഥാനത്ത് പ്രത്യക്ഷമായിരിക്കും. ഇങ്ങനെ ഒത്തുചേർന്ന് ദൈവവചനം പഠിക്കുമ്പോഴേ ശരിയായുള്ള ഒരു നിഗമനത്തിൽ നാം എത്തുകയുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ പല ആളുകളുണ്ട്. പക്ഷെ എല്ലാവർക്കും കരുണ ലഭിച്ചിട്ടില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് താൻ പാപം ചെയ്തു, ലംഘനത്തിൽ അകപ്പെട്ടു എന്ന് പ്രസ്താവിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ അതിൽ നിന്ന് 7 വ്യക്തികളെ വളരെ വേഗം നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ ഹാവ് സിൻഡ്, ഞാൻ പാപം ചെയ്തു എന്ന് പ്രസ്താവിച്ചിട്ടുള്ളവർ. പക്ഷേ 5 പേർക്കും കരുണ ലഭിച്ചിട്ടില്ല, 2 പേർക്ക് മാത്രമേ കരുണ ലഭിച്ചുള്ളൂ. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുവെങ്കിലും കരുണ ലഭിക്കാത്ത ഒരാൾ വളരെ കൂടുതൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ ആളില്ല, എന്നാൽ പുറപ്പാടിലുണ്ട്, ലേവ്യയിലില്ല, സംഖ്യയിലുണ്ട്, ആവർത്തനത്തിലില്ല, യോശുവയിലുണ്ട്, ന്യായാധിപന്മാരുടെ രൂപത്തിലുമില്ല. പക്ഷേ 1 ശമൂവേലും 2 ശമൂവേലും ഉണ്ട്. ഇങ്ങനെ 5 വ്യക്തികൾ പഴയ നിയമത്തിൽ ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റു പറഞ്ഞു. 4 പേർക്കും കരുണ ലഭിച്ചില്ല, ഒരാൾക്കേ കരുണ ലഭിച്ചുള്ളൂ. പുതിയ നിയമത്തിന്റെ ഏടുകളിലേക്ക് വരൂ. മത്തായിയിൽ അങ്ങനെ ആളിനെ കാണാം, മർക്കോസിലില്ല, ലൂക്കോസിൽ അങ്ങനെ ആളിനെ കാണാം, യോഹന്നാനില്ല. സമയം ചുരുക്കമാകയാൽ വളരെ വേഗം വിശുദ്ധ വേദപുസ്തകമുള്ളവർ ഞാൻ പറയുന്ന വേദഭാഗങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കൂ. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം ദയവായി വായിക്കാം. ഞാൻ പാപം ചെയ്തു പോയി എന്ന് പരസ്യമായി ഏറ്റു പറഞ്ഞ ഒരു മനുഷ്യനെ അവിടെ കാണാം. വായിക്കൂ. അപ്പോൾ ഫറവോൻ ആളയച്ച മോശയെയും അഹരോനെയും വിളിപ്പിച്ചവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, യഹോവ നീതിയുള്ളവൻ, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാർ, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാർ. യഹോവയോട് പ്രാർത്ഥിപ്പീൻ. ആമേൻ. ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി. ആ വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റു പറഞ്ഞ ആദ്യത്തെ മനുഷ്യനെ കാണൂ. ഫറവോൻ, മിസ്രയീമിലെ ഫറവോൻ അധികാരിയായവൻ, ഞാൻ പാപം ചെയ്തു പോയി. യഹോവ നീതിയുള്ളവൻ, ഞാനും എന്റെ ജനവുമോ ദുഷ്ടന്മാർ. ഈ ഇടിയും കൽമഴയും മതി. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ദൈവത്തിൽ വിശ്വസിച്ചവൻ, ദൈവദാസന്മാരിൽ വിശ്വസിച്ചവൻ, പ്രാർത്ഥനയിൽ വിശ്വസിച്ചവൻ,
ദൈവത്തിന്റെ കരങ്ങളിലെ അത്ഭുതങ്ങൾ കണ്ടവൻ, ഞാൻ ദുഷ്ടനാണെന്ന് സമ്മതിച്ചവൻ, അവൻ ദൈവം നീതിമാനാണെന്ന് സമ്മതിച്ചവൻ, ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റു പറഞ്ഞു. പക്ഷെ വിശുദ്ധന്മാരുടെ നിലകളിൽ നിങ്ങൾ നോക്കൂ, ഒരിടത്ത് പോലും ഫറവോനെ കാണുന്നില്ല. സംഭവം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവദാസന്മാരിൽ വിശ്വസിച്ചു, പ്രാർത്ഥനയിൽ വിശ്വസിച്ചു, ദുഷ്ടനെന്ന് സമ്മതിച്ചു, പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടു. എങ്കിലും ഈ സത്യദൈവത്തെ ഞാൻ സേവിക്കുമെന്നവൻ തീരുമാനിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. തലച്ചോറ് കൊണ്ടുള്ള വിശ്വാസമല്ല സ്നേഹിത, അന്തരംഗത്തിലേക്ക് ഇറങ്ങി സത്യദൈവത്തെ സേവിക്കുവാൻ ഉള്ളം കൊണ്ടുള്ള തീരുമാനമേ സ്വർഗത്തിൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞവൻ ഞാൻ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞില്ല. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വളരെ വിലയുണ്ട്. എന്നാൽ ഓർക്കണം, ഓരോ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ആരാധനയിലോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് അപേക്ഷിക്കുന്ന അനേകരുണ്ട്. അവർ സ്വയം പ്രാർത്ഥിക്കാതിരുന്നാൽ നിനക്ക് ഗുണമുണ്ടാകയില്ല. മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിനക്ക് ദൈവമായ ഒരു വ്യക്തിബന്ധം ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വ്യക്തിബന്ധമുള്ളവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരുടെ പ്രാർത്ഥനയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അഥവാ അത് കൃത്രിമ ശ്വാസോച്ഛ്വാസം പോലെയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, മറ്റെത്ര പേര് പ്രാർത്ഥിച്ചാലും നിന്റെ അന്തരാത്മാവ് പറയട്ടെ, യഹോവ എന്റെ ഇടയനാകുന്നു, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. തലച്ചോറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിശ്വാസമല്ല, അന്തരംഗത്തിൽ നിന്ന് കുതിച്ചുയരുന്ന വിശ്വാസത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ടവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അനേക ആളുകളും സുവിശേഷത്തെ അഭിനന്ദിക്കാറുണ്ട്. 15 വയസ്സുള്ള ഒരു ബാലകനായി വടക്കേ ഇന്ത്യയുടെ വയലുകളിൽ ആദ്യമായി വരുമ്പോൾ ഓരോ ഭവനങ്ങളിലും കയറി ഇറങ്ങി സുവിശേഷ പ്രതികൾ കൊടുത്ത് സുവിശേഷം പറയുമ്പോൾ തെരുക്കളിലോ ഒക്കെ അനേകരെ കാണുമ്പോൾ പല ആളുകളും പ്രതികരിക്കാറുണ്ട്, യേശു മസീ दुनिया में आया, യേശു ലോകത്തിലേക്ക് വന്നു പറയുമ്പോൾ बहुत अच्छा हो गया, വളരെ നല്ല കാര്യം. യേശു മസീഹ് ക്രൂസ് पर मरा, യേശു മരിച്ചെന്ന് പറയുമ്പോൾ क्या करेगा, मर गया, വളരെ കഷ്ടമായി പോയല്ലോ, തിരിച്ചുപോയി. യേശു ജീവിതാ, യേശു ഉയർത്തെഴുന്നേൽക്കുന്നു പറയുമ്പോൾ कमाल हो गया, വളരെ സന്തോഷം. യേശു ജൽദി ആനെ വാലാ, വേഗം യേശു വരുന്നെന്ന് പറയുമ്പോൾ ആനേതോ വേഗം വരട്ടെ, വളരെ സന്തോഷമാണ്. തും വിശ്വാസ് കരോ, വിശ്വസിക്കാൻ പറയുമ്പോൾ എത്ര മണിക്കാ വിശ്വസിക്കേണ്ടത് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇത് നന്നാകുന്ന ഇനമല്ല. പോകുന്ന വഴിയിൽ കിത്തന അച്ഛാ ലടുക്ക, കിത്തന അച്ഛാ ചാച്ചലൻ, എന്തോ ഒരു നല്ല കുട്ടി, എന്തോ ഒരു നല്ല പ്രവൃത്തി. ഇതല്ല മാനസാന്തരം, അഭിനന്ദനമല്ല, അനുമോദനമല്ല, അംഗീകരണമാണ് രക്ഷയുടെ ആദ്യത്തെ പടിയെങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, അവൻ അവരെ അഭിനന്ദിക്കുന്നു, ഫറവോൻ അവരെ പ്രശംസിക്കുന്നു. പക്ഷെ അന്തരംഗത്തിൽ വചനത്തിന് ഇടമില്ലാതെയായി പോയി. അവന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കാൻ അവന് മാനസാന്തരത്തിലേക്ക് വന്നില്ല. അവൻ അപ്പോൾ ദൈവദാസന്മാർ ചോദിച്ചു, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം വായിച്ചു നോക്കൂ. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? മോശെ ഫറവോനോട്, തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കണം എപ്പോഴും പറയുന്നുണ്ടല്ലോ. ഞാൻ നിനക്കും നിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി ശ്രദ്ധിക്കൂ. എന്താ മറുപടി? അടുത്ത ആ വാക്യം, ഞാൻ എപ്പോൾ നാളെ എന്നവൻ പറഞ്ഞു. ഇപ്പോൾ പ്രാർത്ഥിക്കണ്ട, പിന്നെ എപ്പോ പ്രാർത്ഥിച്ചാൽ മതി? പറഞ്ഞു നാളെ മതി. ഇത് ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ 2 തവളകൾ നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ടിരിക്കുന്നു. മുറിയിൽ നിന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ കിടന്നോ, നാളെ പോയാൽ മതി എന്ന് ആരെങ്കിലും പറയുമോ? കുടുംബത്തിൽ പിറന്ന വ്യക്തിയാണെങ്കിൽ മറ്റേത് കാര്യം ചെയ്തതിനു മുൻപേ ആ തവളയെ മാറ്റിക്കളയും. ശ്രദ്ധിച്ചു നോക്കുക, ഒരു തവളയല്ല, 9 അല്ല, 90 അല്ല, 900 അല്ല, ആ മുറി മുഴുവൻ തവള. ആ ആട്ട കുഴയ്ക്കുന്ന ഗോതമ്പിന്റെ പൊടിയുള്ള ആ കിച്ചണിൽ ചെന്നപ്പോൾ അവിടെയും തവള. ഇന്നൊന്നും കഴിക്കണ്ട, കുളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബാത്റൂമിലും തവള.
കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ബെഡ്റൂമിലും തവള. ഇങ്ങനെ തവള കൊണ്ട് പെരുകിക്കിടക്കുന്ന സമയത്താണ് ദൈവദാസൻ ചോദിക്കുന്നു, എപ്പോൾ പ്രാർത്ഥിക്കണം? നാളെ മതി, ഇന്ന് ഞാൻ തവളയോടുകൂടെ ഒന്ന് കിടന്നുകൊള്ളട്ടെ. ഈ വിധ ചിന്തയാണെങ്കിൽ അന്തരംഗം നേരുള്ളതല്ല. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാലും ഹൃദയം ശുദ്ധമായെങ്കിലേ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. ഈ രാത്രിയുടെ സമർപ്പണത്തിലേക്ക് വരുവാൻ ദൈവാത്മാവ് നിന്നോട് പറയുകയാണ്. ദൈവത്തെ അഭിനന്ദിച്ചാൽ പോരാ, വിശ്വസിച്ചാൽ പോരാ. തലച്ചോറിലെ വിശ്വാസമല്ല, ഉള്ളിന്റെ ഉള്ളറകളിൽ ആഴ്ന്നിറങ്ങുന്ന വിശ്വാസത്തിനാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളതെങ്കിൽ. പാപം ചെയ്തു ഏറ്റുപറഞ്ഞാലും നിന്റെ അന്തരാത്മാവ് ദൈവമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട് ഹൃദയം ശുദ്ധമായെങ്കിലേ പാപമോചനം ലഭിക്കുകയുള്ളൂ. ഇനിയും രണ്ടാമതായി ലേവ്യയിലെ സംഖ്യാപുസ്തകത്തിലേക്ക് വരൂ. 22-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നമ്പേഴ്സ് 22:34. ബിലെയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നീ എനിക്ക് എതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. വേദഗ്രന്ഥത്തിന്റെ താളുകളിൽ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ രണ്ടാമത് വ്യക്തിയാണ് ബിലെയാം. ഒന്നാമൻ ഫറവോൻ ഒരു ഹാർഡ് ഹാർട്ടഡ് മാൻ, കഠിന ഹൃദയനായ മനുഷ്യനാണെങ്കിൽ ബിലെയാം ഡബിൾ മൈൻഡഡ് മാൻ, ഇരുമനസ്സുള്ള ഒരു മനുഷ്യൻ. ഒരു സ്ഥാനത്ത് നന്നായി അഭിനയിക്കും, ഹൃദയത്തിലോ കപടം നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും. 22-ാം അധ്യായത്തിൽ തന്നെ 18-ാം വാക്യം ഒന്ന് വായിക്കൂ. അവിടെ ബാലാക്ക് രാജാവ് ചില ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരോട് ബിലെയാം പറയുന്ന ഉത്തരം 20-80. ബിലെയാം ബാലാക്കിന്റെ വൃദ്ധന്മാരോട്, ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും, ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ താളുകളിൽ ഇതിനേക്കാൾ ഉന്നതമായ ഒരു തീരുമാനം ഞാൻ കണ്ടിട്ടില്ല. ചട്ടി നിറയെ, വട്ടി നിറയെ, കുട്ട നിറയെ, പെട്ടി നിറയെ ഒന്നുമുള്ള സ്വർണവും വെള്ളിയുമല്ല. ബാലാക്ക് രാജാവ് താമസിക്കുന്ന രാജകൊട്ടാരത്തിന്റെ അരമന മുഴുവനും, എല്ലാ അരമനയുടെ എല്ലാ അറകളിലും ഗോൾഡ് ആൻഡ് സിൽവർ, വെള്ളിയും പൊന്നും നിറച്ചു വെച്ച് മുഴുവൻ നിനക്ക് തരാമെന്ന് പറഞ്ഞാലും എന്റെ ദൈവം പറയുന്ന വാക്കൊഴികെ യാതൊന്നും ഞാൻ ചെയ്യുകയില്ലെന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ. ഇനി 19-ാമത്തെ വാക്യം, ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്ത് അരുളി ചെയ്യും എന്ന് ഞാൻ അറിയട്ടെ. ഇന്ന് യഹോവ എന്ത് എന്നോട് അരുളി ചെയ്യുമെന്ന് ഞാനൊന്ന് അറിയട്ടെ. നിങ്ങളും ഈ രാത്രിയിൽ ഇവിടെ പാർപ്പിന്റെ ഉത്തരം പറഞ്ഞു. വിസിറ്റേഴ്സിനെ വിസിറ്റിംഗ് റൂമിൽ ഇരുത്തിക്കൊണ്ട് അവൻ പ്രയർ റൂമിലേക്ക് പോകുന്നു. അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. ഹോൾ നൈറ്റ് പ്രയർ. പൊതുജനത്തിന്റെ മുൻപിൽ ഒരു പ്രാർത്ഥനാ വീരൻ, ഉഗ്രമായ തീരുമാനം, ഉന്നതമായ പ്രാർത്ഥന. നൈറ്റ് മുഴുവൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് 2500 കൊല്ലം കഴിഞ്ഞാണ് പുറത്തു വന്നത്. ദൈവമേ, 4 കാശ് കിട്ടുവാനുള്ള വഴി മുടക്കല്ലേ എന്ന് അപേക്ഷിക്കുകയായിരുന്നുവെന്ന് പിന്നെയാണ് മനസ്സിലാകുന്നത്. ഇനി അവന്റെ പ്രവചനം ശ്രദ്ധിക്കൂ. 23-ാം അധ്യായത്തിന്റെ 9-ഉം 23-ഉം വായിക്കാം. ശിലാഗ്രഹങ്ങളിൽ ഞാൻ അവനെ കാണുന്നു, ശിലാഗ്രഹങ്ങളിൽ ഞാൻ അവനെ കാണുന്നു, ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതില്ല. ഇനി 23-ാമത്തെ വാക്യം കൂടെ വായിക്കൂ. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണത്തിൽ ഇസ്രായേലിനോട് ഫലിക്കുമില്ല. ദൈവജനത്തിന് മന്ത്രവാദ പ്രയോഗങ്ങൾ എന്തുകൊണ്ട് ഫലിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായി പ്രവചിച്ചു തന്ന പ്രവാചകനായിരുന്നു ബിലെയാം. തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഉത്തമമായ പ്രവചനം. ഇന്ന് രാത്രി ദൈവസന്നിധിക്കുന്ന ദൈവ പൈതലേ, അതിരും വരമ്പും അടുക്കും ചിട്ടയും ബെല്ലും ബ്രേക്കും ശരിയായി നീ പാലിക്കുന്നിടത്തോളം കാലം ലോകം മുഴുവനും മന്ത്രവാദം ചെയ്താലും നിന്റെ ഒരു രോമത്തെ പോലും തൊടുവാൻ കഴിയില്ലെന്ന് ഈ രാത്രി നീ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും കെട്ടുകളും അന്ധകാരത്തിന് ശക്തിയുടെ യാതൊന്നും തന്നെ നിന്നെ ഫലിക്കാതിരിക്കണമെങ്കിൽ വിശുദ്ധിയും വേർപാടും നീ പാലിച്ചേ മതിയാകുള്ളൂ. ദൈവത്തിന് സ്തോത്രം. തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അതിശ്രേഷ്ഠമായ പ്രവചനം, അതിശ്രേഷ്ഠമായ പ്രാർത്ഥന വീരൻ, അതിശ്രേഷ്ഠമായ തീരുമാനം. എന്നാൽ ഇവന്റെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് എക്സ്പയർഡ് ആയപ്പോൾ ഇവനങ്ങ് പോയി. പിന്നെ ചില സംഭവങ്ങൾ നടന്നു. വായിക്കൂ. സംഖ്യ 25-ന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വേഗം വായിക്കാം. ഇസ്രായേൽ സിദ്ദീമിൽ
പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇതാ നമുക്ക് തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന് സാക്ഷ്യം പ്രാപിച്ചവനാണ്. എന്നാൽ ശിത്തീമിൽ അവർ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ അടുക്കിലേക്ക് വിളിച്ചു, വിഗ്രഹാർപ്പിതം തിന്നു. ജനങ്ങൾ ഇസ്രായേൽ ജനങ്ങൾ ദൈവകൽപ്പനയുടെ ലംഘനമായി പാപത്തിൽ അകപ്പെടുന്നു. പാപത്തിൽ അകപ്പെട്ട ശേഷം അവർ പറഞ്ഞു, വാ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് വരാം. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ തൊഴുന്നു, എഴുന്നേറ്റ് നിന്നു, അല്പം തിന്നേച്ചു പോകാം. വിഗ്രഹാർപ്പിതം തിന്നു. ആദ്യം പരസംഗത്തിൽ വീഴുന്നു, പിന്നീട് അമ്പലങ്ങളിലേക്ക് പോകുന്നു, അവിടെ വിഗ്രഹത്തെ നമസ്കരിക്കുന്നു, വിഗ്രഹാർപ്പിതം തിന്നുന്നു. വേർപാടും വിശുദ്ധിയും നഷ്ടപ്പെട്ടതോടുകൂടി 23,000 പേർ ഒരു ദിവസം കൊണ്ട് താഴെ വീഴുന്നു. പിന്നീട് ബാധ തുടരുന്നു, 24,000 കവിയുന്നു. എന്താണ് കാരണം? ഇതിന്റെ പിന്നിൽ ദൈവശാപം തന്നെ ജനത്തിന്മേൽ വരുവാൻ ഉള്ളതിന്റെ കാരണം എന്തെന്ന് ഉൽപ്പത്തി മുതൽ യൂദായുടെ ലേഖനം വരെ 65 പുസ്തകങ്ങൾ മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാലും ആളിനെ പിടികിട്ടിയില്ല. പക്ഷേ 66ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിന്റെ രചയിതാവായ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെട്ടു. ഇതിന്റെ പിന്നിലെ സൂത്രധാരകനാണെന്ന്. തുറക്കൂ, വെളിപ്പാട് പുസ്തകം 2-14 വാക്യം വായിക്കാം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വരുത്താൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഈ കാര്യത്തിന്റെ സൂത്രധാരകൻ ബിലെയാമായിരുന്നു. ആ കാര്യം സംഖ്യാപുസ്തകത്തിൽ കാണുന്നില്ല. അവൻ അവസാനമായി ബാലാക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നു. രാജാവേ, ഞാൻ എത്ര പ്രാഗിയാലും ശപിച്ചാലും ലക്ഷണവിദ്യ പ്രയോഗിച്ചാലും ഈ ജനത്തിനത് ഏൽക്കുകയില്ല. അവർ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമാണ്. വേർപാടും വിശുദ്ധിയും പാലിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ലോകത്തിന്റെ സകല മന്ത്രവാദ പ്രയോഗങ്ങൾ ഇവിടെ തകരുകയാണ്. അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവരാണ്. പിന്നെ ഇവരെ നശിപ്പിക്കാൻ എന്താണ് വഴി? പാപം ചെയ്യുവാൻ, ദുർനടപ്പാചരിപ്പാൻ, പരസംഗം ചെയ്യുവാൻ ഒരു വാതിൽ തുറന്നു കൊടുക്കൂ. അതോടുകൂടി ദൈവകോപം വരും. ഈ കാര്യം ഇതാ വെളിച്ചത്ത് വരികയാണ്. തൽഫലമായി ബിലെയാമിന് സംഭവിച്ചതെന്ത്? സംഖ്യാപുസ്തകത്തിലേക്ക് ഇതിന് മടങ്ങി വന്ന് 22-ാമത്തെ അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കൂ. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലെയാമിന്റെ കോപം ജ്വലിച്ചു. അവൻ കഴുതയെ വടികൊണ്ടടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്നു. അത് ബിലെയാമിനോട്, നീ എന്നെ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ബിലെയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എന്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. 4 മൃഗമായ കഴുത ബിലെയാമിനെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ യഹോവയുടെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തേണ്ടവനാണ് പ്രവാചകൻ. പക്ഷെ പ്രവാചകന്റെ കണ്ണ് കുരുടായി പോയി. ആ മൃഗമായ കഴുത കണ്ട യഹോവയുടെ ദൂതനെ കാണുവാൻ ബിലെയാമിന് കഴിഞ്ഞില്ല. അന്തരംഗത്തിൽ ശുദ്ധിയില്ലാത്ത സ്നേഹിത, ആത്മീയമായി നിന്റെ ആത്മീയ ദൃഷ്ടി അവൻ കുരുടാക്കി കളയും. അതിനുശേഷമായി അവൻ കഴുതയെ വടികൊണ്ട് അടിച്ചു. യഹോവ കഴുതയുടെ വായ് തുറന്നു. ഇങ്ങനെ അടിപ്പാൻ കാരണമെന്ന്, ഇത്രയും നാളും നീ എന്റെ പുറത്തല്ലേ കയറി സഞ്ചരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവന് യാതൊരു അതിശയോക്തിയും ഉണ്ടായില്ല. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. സാധാരണ ഒരു മൃഗവും മനുഷ്യനോട് സംസാരിക്കാറില്ല. ഏതൻ തോട്ടത്തിൽ നിഷ്കന്മഷ യുഗത്തിൽ പാമ്പ് സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഈ ലോകത്തിൽ പിന്നെ ഒറ്റ മനുഷ്യനും ശാപഗ്രസ്തമായ ഭൂമിയിൽ മനുഷ്യനുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ല. അങ്ങനെ വന്നാൽ നമുക്ക് വലിയ അത്ഭുതമാണ്.
ഒരു കൊച്ചമ്മ 2 കുഞ്ഞുങ്ങളുമായി ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഒരു പശു ഇങ്ങോട്ട് വരിക എന്ന് വിചാരിച്ചു. അപ്പോൾ പശു വന്ന് കൊച്ചമ്മയോട് ചോദിക്കുന്നു, അമ്മാമ്മേ എവിടെ പോകുക, എന്തുകൊണ്ട് വിശേഷം, വീട്ടിൽ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഓ സുഖമായിരിക്കുന്നു, നിന്റെ അവിടെ എന്തുകൊണ്ട് വിശേഷമുണ്ട്, കാളയൊക്കെ സൗഖ്യമായിരിക്കുന്നോ എന്നാലും ചോദിക്കും. ഇല്ല, അവിടെ ഒന്ന് വിളിച്ചു, മോ ഓടിപ്പോയോ, ഒരു പശു വർത്തമാനം പറയുന്നേ. അപ്പോഴത്തേന് ഇന്ത്യയിലാണെങ്കിൽ ആളുകൾ ഓടി വരും, പാത്രം കൊണ്ടുവരും, അതിന് മൂത്രം പിടിക്കും, 2 ക്ഷേത്രം കൂടെ പണിയും. കാരണം ഓർഡിനറി കൗവിന്റെ യൂറിൻ വളരെ വിലയേറിയതാണെങ്കിൽ ടോക്കിംഗ് കൗവിന്റെ യൂറിൻ മോർ പ്രഷ്യസ് ആണ്. അടുത്ത എല്ലാ വർത്തമാന പത്രങ്ങളിലും അത് ന്യൂസ് ഉണ്ടാകും. കാരണം എന്താ, ഒരിക്കലും ഒരു മൃഗം മനുഷ്യനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയില്ല. എന്നാൽ ഒരു 4 മൃഗമായി കഴുത സംസാരിച്ചിട്ടും യാതൊരു അതിശയോക്തിയും വിലയാമനില്ലാതെ മറുപടി അവന്റെ ബുദ്ധി പോയി. ഹൃദയം നേരുള്ളതല്ല എങ്കിൽ ഇത് നിനക്കും സംഭവിക്കാം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അവന്റെ കണ്ണു പോകുന്നു, അവന്റെ ബുദ്ധി പോകുന്നു. പിന്നെ എന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമായിരുന്നു. പ്രവാചകനെ, ദൈവത്തിന്റെ വചനം നിന്റെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ നീ ജഡത്തിന്റെ ആയുധം തേടുവാൻ പാടുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇരുവായുധമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല. കോട്ടകളെ എടുപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധം കരങ്ങളിലെടുത്ത ദൈവഭൃത്യൻ ഒരിക്കലും ജഡത്തിന്റെ ആയുധം തേടേണ്ടവനല്ല. അവന്റെ ആയുധം ആത്മീയമാണ്. എന്തുകൊണ്ടത് തേടി? അവന്റെ ദൈവകൃപ പോയി. ഉണർവിന്റെ ഊഷ്മളതയിൽ സകലവിധമായ വെളിച്ചപ്പാടത്തികളെയും ദൂരവയാക്കി കളഞ്ഞ ശൗൽ അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ വെളിച്ചപ്പാടത്തെ തേടുവാൻ കാരണമെന്ന് അവന്റെ ദൈവകൃപ പോയി. അവൻ വാള് തേടി. പെട്ടെന്ന് ഒരാൾ കൊണ്ടുവന്ന് ഒരു വാൾ കൊണ്ട് കൊടുത്താലും ഇവന് വെട്ടാൻ അറിയയില്ല. പണ്ട് പത്രോസിന് ദേഷ്യം വന്നപ്പോൾ വെട്ടിയത് ഓർമ്മയുണ്ടോ? വളരെ ശക്തിയോടുകൂടി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. എന്തോ അർത്ഥം എഴുതിയിരിക്കുന്നത്? മഹാപുരോഹിതന്റെ ദാസന്റെ കാത് എന്തിനാ? കമ്മലിട്ട് കൊടുക്കാനായിരുന്നു? അല്ല, കഴുത്തിന് വെട്ടിയതാണ്. പക്ഷേ വെട്ടി തെറ്റിപ്പോയി. മീൻ വെട്ടി മാത്രമേ ഇവന് പരിചയമുള്ളൂ. അതുകൊണ്ട് ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്താൽ ദൈവം നിന്റെ പ്രവൃത്തിയെ നന്നാക്കും. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? എന്നാൽ ജഡത്തിന്റെ ആയുധം തേടേണ്ടവനല്ല നീ. അങ്ങനെ ദൈവത്തിന്റെ വഴി വിട്ടു. ഹൃദയം നേരുള്ളതല്ലായിരുന്നു. ശ്രദ്ധിച്ചു നോക്കുക, അവന്റെ കണ്ണുകുരുടാകുന്നു, കണ്ണു പോകുന്നു, ആത്മീയ ദൃഷ്ടി നഷ്ടപ്പെടുന്നു, ദൈവകൃപ നഷ്ടപ്പെടുന്നു, ജഡത്തിന്റെ ആയുധം തേടുന്നു. അപ്പോഴാണ് വാളുമായി യഹോവയുടെ ദൂതൻ അവന്റെ മുൻപിലേക്ക് വരുന്നു. അവന്റെ കണ്ണ് തുറന്നു. ആ സമയത്ത് അവൻ പറയുന്നു, ഞാൻ പാപം ചെയ്തു പോയി. സോറി, ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇത്രമാത്രം അധമമായ പ്രവൃത്തി ചെയ്ത് അന്തരംഗം കപടം കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ അവൻ ദൈവത്തിന്റെ ദൂതന്റെ വാൾ ഒടുവിൽ കണ്ടു. 31-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശത്രുക്കളുടെ പാളയത്തിൽ വെച്ച് അവൻ വെട്ടേറ്റ് മരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടവൻ ആ അന്യ ശത്രുക്കളുടെ പാളയത്തിൽ വെച്ച് വെട്ടേറ്റ് മരിക്കുവാനുള്ള കാരണം എന്താണ്? ഹൃദയം നേരുള്ളതല്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം നിന്റെ ഹൃദയത്തോട് സംസാരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അന്തരാത്മാവ് ക്ലിയർ അല്ല എങ്കിൽ നിന്റെ ഏറ്റുപറച്ചിൽ സ്വർഗം അംഗീകരിക്കുകയില്ല. ആമേൻ. ഫറവോൻ ഏറ്റുപറഞ്ഞു, അംഗീകരിക്കപ്പെട്ടില്ല. ബിലയാം ഏറ്റുപറഞ്ഞു, അംഗീകരിക്കപ്പെട്ടില്ല. എന്നാൽ ഇനി 3-ാമത്തേതായി ഒരു വ്യക്തിയെ കാണൂ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കാം. യോശുവ 7:20-21. ആകാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ചു ഇന്നത് ചെയ്തിരിക്കുന്നു. ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ചു ഇന്നത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പിഴച്ചു എന്നെഴുതിയിരിക്കുന്ന പ്രയോഗം ഇംഗ്ലീഷിൽ I have sinned against the Lord. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ്. അടുത്തത് ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോണിയ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ചു. 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ചു എടുത്തു. അവന്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുടിച്ചിട്ടിരിക്കുന്നു. മൂന്നാമതായി ഞാൻ പിഴച്ചുപോയി, ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞവൻ ആഖാനാണ്. നോക്കുക, ദൈവസന്നിധിയിൽ പാപത്തെ ഏറ്റുപറഞ്ഞു എങ്കിലും നീതിമാന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധന്മാരുടെ നിരകളിൽ നിങ്ങൾ ആഖാനെ കാണുകയില്ല.
യെരിഹോ പട്ടണം പിടിക്കുമ്പോൾ ചെയ്ത ഒരു ഉടമ്പടിയായിരുന്നു. ഈ സാധനങ്ങൾ ഒന്നും തന്നെ എടുത്തു വെച്ച് സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് അധികാരമില്ല. എന്നാൽ കൽപ്പന ലംഘിച്ചു. അവനത് കണ്ട് മോഹിച്ച് എടുത്ത് കുഴിച്ചിട്ടു. ജനം ഇതാ പട്ടണം പിടിക്കുവാൻ പോയപ്പോൾ അവരെല്ലാവരും പരാജയപ്പെട്ടു. ആമേൻ. 300 പേരും തിരിച്ച് തോറ്റോടുമ്പോൾ അതിവേഗതയിൽ ഇവർ ഓടുകയാണ്. അപ്പോഴവൻ പറയുന്നില്ല, ഞാനാണ് പരാജയത്തിന്റെ കാരണക്കാരൻ. 36 പടയാളികൾ പടയിൽ പട്ടുപോയി വീഴുന്നു. ആ ശവങ്ങൾ സംസ്കരിക്കുമ്പോൾ ഒരുപക്ഷെ സല്യൂട്ട് ചെയ്ത് അവനും ബഹുമാനിച്ചേക്കാം. എങ്കിൽ അവൻ പറയുന്നില്ല, ഞാനാണ് ഇതിന്റെ കാരണക്കാരൻ. ഇസ്രായേൽ മൂപ്പന്മാർ ഒരുമിച്ച് വിളിച്ച് അതേ ഒത്തുചേർന്നു. ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് എന്തിത് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു? മൂപ്പന്മാരെ, കൗൺസിൽ മെമ്പേഴ്സേ, എഴുന്നേൽക്കൂ, ഞാനാണ് കുറ്റക്കാരനെന്ന് പറയുന്നില്ല. രാവിലെ ഒരു വൈകുന്നേരം വരെ ഒരു വെള്ളം കുടിക്കാതെ യോശുവ നിലവിളിക്കുന്നു, ദൈവമേ, അതെ, ഒരു വഴിയായി ശത്രു വരുമ്പോൾ 7 വഴിയായി ഓടിപ്പോകുമെന്നേ തിരുവെടുത്തിട്ടുള്ളത്. എന്നാൽ പരാജയപ്പെട്ടതിന് കാരണം നൂറുകണക്കിന് ആളുകൾ തിരിച്ചോടുമ്പോഴും 36 പേർ വിട്ടുപോയപ്പോഴും ഇസ്രായേൽ മൂപ്പന്മാർ നിലവിളിക്കുമ്പോഴും ദൈവഭൃത്യൻ നിലവിളിക്കുമ്പോഴും അവന്റെ പാപം ഏറ്റു പറഞ്ഞില്ല. ഒടുവിൽ ഓരോരുത്തരെ വിളിച്ച് ന്യായം വിസ്തരിക്കുവാൻ തുടങ്ങിയപ്പോഴും പറയാം, എല്ലാവരും വിസ്തരിക്കണ്ട, ഞാനാണ് കുറ്റക്കാരൻ. അവൻ പറയാതെ അവന്റെ പേര് വിളിച്ചു. മകനെ, ആ കാനെ നീ എന്ത് ചെയ്തു? മകനെ. ആ വിളിയിൽ ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. നമ്മൾ വല്ലവരും ആയിരുന്നെങ്കിൽ വെറും മകനെ എന്ന് വിളിക്കുകയില്ല, അതിന്റെ കൂടെ ചില പദങ്ങളും കൂടെ ചേർത്തൊക്കെ വിളിച്ചേനെ. നരകത്തിൽ പോകുന്നവരോടും മര്യാദയ്ക്ക് സംസാരിക്കുന്നതാണ് ആത്മീയന്റെ ലക്ഷണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അപ്പോഴാണ് അവൻ പറയുന്നത്, കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോണ്യ മേലങ്കിയും. ഇത്ര തിടുക്കത്തിൽ എടുത്തപ്പോൾ ഇത് ബാബിലോണിലെ മേലങ്കിയാണെന്ന് ഇവരെങ്ങനെ മനസ്സിലായി? അതുകൊണ്ട് എക്സ്പെർട്ട് കള്ളന്മാർക്ക് എക്സ്പോർട്ട് ക്വാളിറ്റി വേഗം മനസ്സിലാകുന്നതാണ്. ഇത് ഇവിടുത്തേതല്ല, ഇത് ബാബിലോണിലാണ്. 200 ശേക്കലാണ് വെള്ളി, 50 ശേക്കലാണ് പൊന്ന്. എങ്ങനെ മനസ്സിലായി? പെട്ടെന്ന് കൊണ്ടുപോയി തൂക്കിയതല്ല. അവിടെ തൂക്കാനുള്ള സമയമൊന്നുമില്ലെങ്കിലും പഠിച്ച കള്ളന്മാർക്ക് സാധനം കാണുമ്പോഴേ വെയിറ്റ്, തൂക്കം ശരിയായിട്ട് അറിയാം. അവർ നോക്കി തൂക്കുകയല്ല, അവർ തൂക്കി നോക്കുകയല്ല, നോക്കിക്കൊണ്ട് തൂക്കും. അങ്ങനെയുള്ള ഒരു വിദഗ്ധനായ കള്ളൻ തന്നെയായിരുന്നു. അത് ഭദ്രമായി മൂടിവെച്ചുവെങ്കിലും ദൈവവചനം പറയുന്നു, മൂടിവെച്ചതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. സകല ലൈറ്റുകളും അണഞ്ഞാലും, സകല കർട്ടനും ഇട്ടാലും, സകല വാതിലുകളും ക്ലോസ് ചെയ്താലും അന്തരംഗത്തെ കാണുന്ന ഒരു ദൈവത്തിന് മുൻപിലാണ് ഇന്ന് രാത്രി ഞാനും നീയും വന്നിരിക്കുന്നത് എങ്കിൽ മൂടിവെച്ചതൊന്നും വെളിച്ചത്ത് വരാതിരിക്കയില്ല. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മുൻപിലാണ് ഇന്ന് ഞാനും നീയും വന്നിരിക്കുന്നത്. അവന് പാപം ഏറ്റു പറഞ്ഞുവെങ്കിലും ഇത്ര നീചമായി, നികൃഷ്ടമായി ദൈവജനത്തിന്റെ മുഴുവൻ പരാജയത്തിന് കാരണമായവന്റെ പാപം ക്ഷമിക്കാതെ അവനും കുടുംബ അംഗങ്ങളും സമസ്തവും കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. ഇത് നമുക്കൊരു ഗുണപാഠമായിരിക്കട്ടെ. 4ാമതായി, ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ മനുഷ്യനെ കാണൂ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 30-ാമത്തെ വാക്യം. 1 ശമൂവേൽ 15-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിന്റെയും മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെയും മുൻപാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവ്, തോൾമേൽ പൊക്കമേറിയവൻ, അതിസുന്ദരൻ, നല്ല ധീരനായ ഒരു ഭരണകർത്താവ്. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, അമാലേക്കിനെ മുഴുവനും സംഹരിച്ചു കളയൂ, ആരോടും കനിവ് തോന്നരുത്. നീതിയുള്ള ന്യായാധിപതി എന്ന നിലയിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ അവനോട് പറഞ്ഞുവെങ്കിലും ഹീനവും നിസ്സാരവുമായ മൃഗങ്ങളെയൊക്കെ ഉന്മൂലനാശം ചെയ്ത് തടിച്ചു കൊടുത്ത മനോഹരമായ ആ മൃഗങ്ങളെയൊക്കെ അണ്ടർഗ്രൗണ്ടിൽ സൂക്ഷിച്ചു. ആരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ശമൂവേൽ പ്രവാചകൻ വരുന്നു. അപ്പോൾ പ്രൈസ് ദി ലോർഡ് പറയുന്നത് പോലെ അവൻ കൈകൊടുത്ത് അവരംഭിക്കുന്നു. വായിച്ചു നോക്കൂ 13-ാമത്തെ വാക്യം കൂടെ. 1 ശമൂവേൽ 15-ാം അധ്യായം 13-ാമത്തെ വാക്യം. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരസ്പരം കാണുമ്പോൾ നമ്മൾ ഷെയ്ക്കാന് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അതേ കുശലപ്രസരം ചെയ്യുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ് പറയുന്നത്
പോലെ യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. പിന്നെ അതിന് ശമൂവേൽ, യെസ്, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും, എന്റെ ചെവികളിലെത്തുന്ന ആടുകളുടെ കരച്ചിലും, ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കറയും, ഞാൻ കേൾക്കുന്ന ഈ കാളകളുടെ മുക്കറയും എവിടെ നിന്നെന്ന് ചോദിച്ചു. പിന്നെ അവയെ അമോലേക്കരുടെ മക്കളിൽ നിന്നും അവർ കൊണ്ടുവന്നതാകുന്നു. ശ്രദ്ധിക്കുക, ഞാൻ യഹോവയ്ക്ക് അവൻ പറയുന്നു, യാഗം കഴിക്കുവാനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, അതേ എന്റെ കാതുകളിൽ എത്തുന്ന ഈ കരച്ചിൽ എവിടെ നിന്ന്? എത്ര മൂടിവെച്ച പാപമായാലും നീ അതേ ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കാതിരുന്നാൽ, കാര്യങ്ങൾക്ക് പരിഹാരം വരുത്താതിരുന്നാൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ശബ്ദമുണ്ടാകും. അങ്ങനെ ദൈവജനത്തിന്റെ പരാജയത്തിന്റെ കാരണമായി തീർന്ന ശമൂവേലിനോട് ഒടുവിൽ പാപമേറ്റു പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. എന്നാൽ വിശുദ്ധന്മാരുടെ നിരകളിൽ അവനെ കാണുന്നില്ല. ഒടുവിൽ ഏറ്റവും പരാജിതനായി, അവൻ ഗളച്ഛേദം ചെയ്യപ്പെട്ടവനായി, തല ഒരിടത്ത്, ഉടൻ മറ്റൊരിടത്ത്, ആയുധവർഗങ്ങൾ മറ്റൊരിടത്ത്, ഇങ്ങനെ മാറിപ്പോകുവാൻ കാരണമെന്ത്? ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായിരുന്നു. നാലാമത്തെ വ്യക്തിയും പരാജയപ്പെട്ടു പോയി. ഇനി അഞ്ചാമതൊരുവരെ കാണും. ശമൂവേലിന്റെ രണ്ടാമത്തെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. 2 സാമുവേൽ chapter 12 verse 30 വായിക്കാം. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. ആമേൻ. യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. ഇവിടെ ഇതാ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ ഒരു ദാവീദ്, അവന്റെ അടുക്കൽ നാഥാൻ പ്രവാചകൻ വന്നു. ആ മനുഷ്യൻ നീ തന്നെ ശക്തിയോടുകൂടെ ദൈവത്തിന്റെ അരുളപ്പാട് പറയുമ്പോൾ അവൻ പറയുന്നു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ആ സമയം ദൈവം അവനോട്, ദൈവത്തിന്റെ പ്രവാചകൻ പറയുന്നു, നീ മരിക്കയില്ല, യഹോവ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കാം. ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്ത്? ഈ രണ്ട് വാചകങ്ങളുടെ ഇടയിൽ മറ്റൊരു വലിയ കാര്യം നടന്നു. അത് അവിടെ കാണുന്നില്ല. 51-ാം സങ്കീർത്തനത്തിന്റെ രചനയായിരുന്നു. നിങ്ങൾ വേദപുസ്തകം തുറന്ന് 51-ാം സങ്കീർത്തനം തുറക്കുമ്പോൾ അതിന്റെ മുഖവരയിൽ കാണാം, ഇതിന്റെ ഇടയിലാണ് അവൻ നിലവിളിക്കുന്നത്, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനിൽ പുതുക്കണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അങ്ങനെ ചെയ്താൽ അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. നീ എന്നെ നന്നാക്കാത്ത കാലത്തോളം ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ നന്നാക്കി, എന്നെ ശുദ്ധമാക്കി, എന്നെ വെടിപ്പാക്കി നിർമ്മലതയിലേക്ക് നടത്തുമ്പോൾ മാത്രമേ ഞാൻ നിന്റെ വചനം പ്രസംഗിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. ഉള്ളിന്റെ ഉള്ളറയിൽ നിന്ന് വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ആ കരച്ചിൽ സ്വർഗത്തിലെ അപ്പച്ചൻ കേട്ടപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയുടെ വന്നിരിക്കുന്ന വ്യക്തികളെ നാം ശാന്തമായി പരിശോധിക്കൂ. നമ്മുടെ അന്തരാത്മാവ് ദൈവസന്നിധിയിൽ വിശുദ്ധമല്ല എങ്കിൽ, ക്ലിയർ അല്ല എങ്കിൽ, നമ്മുടെ അധരചർവണത്താൽ തൃപ്തിപ്പെടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അതരം കൊണ്ടുള്ള ചർവണമല്ല, ഉള്ളിന്റെ ഉള്ളറകളിലേക്ക് ആടി നോക്കുന്ന അഗ്നിജ്വാലക്കത്തെ കണ്ണുകളോടുകൂടെയാണ് ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മളെ വീക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ തിരുസാന്നിധ്യം അനുഭവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. 5 വ്യക്തികൾ പഴയ നിയമത്തിൽ ഞാൻ പാപം ചെയ്തെന്ന് പറഞ്ഞെങ്കിലും സിൻസിയറിറ്റി ഇല്ലാതെ, ആത്മാർത്ഥതയില്ലാതെ, കഠിന പാപത്തിൽ ലയിച്ചുകൊണ്ട് ദൈവജനത്തിന് ദോഷകരമായി പ്രവർത്തിച്ചതിനാൽ അവർക്ക് വിജയിപ്പാൻ കഴിഞ്ഞില്ല. 5-ൽ 4 പേരും പരാജയപ്പെട്ടുവെങ്കിൽ അന്തരാത്മാവിൽ വിശുദ്ധീകരണം ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥതയിൽ അപേക്ഷിച്ച ദാവീദിനെ ദൈവം വിജയിപ്പിച്ചുവെങ്കിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദാവീദിന്റെ ദൈവം ഇന്നും നമ്മുടെ ദൈവം തന്നെ. വരൂ, പുതിയ നിയമത്തിലേക്ക് സമയം അധികമില്ലല്ലോ. 6-ാമത്തെ വ്യക്തി ഞാൻ പാപം ചെയ്തെന്ന് പറഞ്ഞവനെ മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കാം. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പറഞ്ഞു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു.
ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പാപത്തെ ഏറ്റുപറഞ്ഞ അതേ പരസ്യമായി മഹാപുരോഹിതന്റെ മാരുടെ അടുക്കൽ ചെന്ന് പാപത്തെ ഏറ്റുപറഞ്ഞ ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് പറയാമോ? ആരാ? ഇസ്കരിയോത്തായ യൂദ. ആ പേരുകാരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണയായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ആ പേരിടാറില്ല. ആ പേരിന്റെ അപാകതയല്ല. യഹൂദ, യൂദ ദൈവത്തിന് സ്തുതി മഹത്വം എന്ന് തന്നെയാണ്. എന്നാൽ അവൻ ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. ഗുരുവിനെ ഒറ്റയ്ക്ക് കൊടുക്കുവാൻ അവൻ കാശ് വാങ്ങിച്ച് ഗുരുവിനോടുകൂടെ നടക്കുമ്പോഴും അന്തരാത്മാവിൽ കപടം നിറഞ്ഞിരുന്നതിനാൽ അവന്റെ ഏറ്റുപറച്ചിൽ സ്വർഗം അംഗീകരിച്ചില്ല. യൂദ, ഞാൻ ഗുരുവിനെ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു പോയി. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒട്ടേറെ പാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ സകലവിധ ദോഷത്തിനും മൂലമെന്ന് പറയുന്നത് ഒരു പാപമേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാം. എന്തുവാണ്? ദ്രവ്യാഗ്രഹം. ദ്രവ്യമല്ല. ലോകത്തിൽ ഒരു ദൈവഭക്തന് പണം ഉണ്ടാകുന്നത് പാപമല്ല. 112 സങ്കീർത്തനം പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. മുൻപ് എന്നും പട്ടിണി പാവങ്ങളായി ദരിദ്രവാസികളായി ജീവിക്കണമെന്നല്ല ദൈവം തന്റെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മുൻപോട്ട് നോക്കൂ. 84 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിൽ നേരോടെ നടക്കുന്നവർക്ക് അവരൊരു നന്മയും കൊടുക്കയില്ല. പിറകോട്ട് നോക്കൂ. 23 സങ്കീർത്തനത്തിന്റെ 6 വാക്യത്തിൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. മുകളിലേക്ക് നോക്കൂ. 31 സങ്കീർത്തനത്തിന്റെ 19 വാക്യത്തിൽ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നതിനു വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാകുന്നു. ഇനി താഴോട്ട് നോക്കൂ. 27 സങ്കീർത്തനം 13 വാക്യം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ചുറ്റിലും നോക്കൂ. 34 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിൽ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവഭക്തന്മാർക്ക് മുൻപിൽ മുടങ്ങാത്ത നന്മ, പിൻപിൽ അനുഗമിക്കുന്ന നന്മ, മുകളിൽ സംഗ്രഹിച്ച നന്മ, താഴേന്ന് പൊങ്ങുന്ന നന്മ, ചുറ്റിലും പൊതിയുന്ന നന്മ. ഇനി വായൊന്ന് തുറക്കൂ. 103 സങ്കീർത്തനം 5 വാക്യത്തിൽ നിന്റെ യൗവന കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. വായിൽ നന്മ നിറച്ച ദൈവമാണെങ്കിൽ ആ വാ തുറന്നൊരു ഹല്ലേലൂയ പറയാമോ ഇന്ന് രാത്രിയിൽ? ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. മുൻപിലും പിൻപിലും മുകളിലും താഴെയും ചുറ്റിലും നന്മയാണ് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെങ്കിൽ, അനുഗ്രഹത്തിന്റെ കലവറ ദൈവം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പണമല്ല പാപം. ആമേൻ. നേരെ ചൊവ്വയുള്ള വഴിയിൽ കൂടെ നടക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. വളഞ്ഞ വഴിയിലൂടെ, കള്ളക്കണക്കിലൂടെ, കള്ളയൊപ്പിലൂടെ, കൃത്രിമ രേഖകളിലൂടെ ആധാരങ്ങൾ തിരുത്തി പലരെ വഴി ആധാരമാക്കി ദൈവത്തിന്റെ വിശുദ്ധിക്ക് ചേരാത്ത നിലയിൽ ഒരു പണം പോലും നിന്റെ അക്കൗണ്ടിലോ പേഴ്സിലോ ആയിരിക്കരുത് എന്ന് പറയുമ്പോൾ ആമേൻ പറയാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യഹോവയ്ക്ക് വിശുദ്ധമെന്നുള്ള ഒരു അദൃശ്യ സീൽ നമ്മുടെ കരങ്ങളിലെ കറൻസിയിൽ ഉണ്ടെങ്കിൽ ദൈവം നിന്നിൽ പ്രമോദിച്ചു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സകലവിധ ദോഷത്തിനും മൂലം എന്ന് പറയുന്ന ഏകഭാവമായ ദ്രവ്യാഗ്രഹത്തിന്റെ നീർച്ചുഴിയിൽ അവൻ അകപ്പെട്ടു പോയി. രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. അനേക പാപങ്ങളെ കുറിച്ച് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ വീണശേഷം മടങ്ങി വന്നതായി, പല പാപങ്ങളിൽ വീണവർ എഴുന്നേറ്റതായി കാണുന്നുണ്ടെങ്കിലും മടങ്ങി വന്നതായി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പാപമാണ് ദ്രവ്യാഗ്രഹം. പല തെറ്റുകളിൽ ഒരുമിച്ച് വീണ ദാവീദ് അവൻ അനുദപിച്ചു, ഏറ്റുപറഞ്ഞു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി വന്നു. 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അനുദപിച്ചു, ഏറ്റുപറഞ്ഞു, അവൻ മടങ്ങി വന്നു. ആമേൻ. കോരിന്ത്യയിലെ ദുഷ്ടൻ, ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് ആചരിച്ചവൻ, അവനെ സഭയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അനുദപിച്ചു. അടുത്ത ലേഖനത്തിൽ അവൻ അനുദപിച്ചു മടങ്ങി വന്നു. നെബൂഖദ്നേസറിന്റെ ബുദ്ധി 7 കൊല്ലത്തേക്ക് പോയി ആ ബുദ്ധി മടങ്ങി വന്നു. നെബൂഖദ്നേസറിന്റെ ബുദ്ധി മടങ്ങി വരുന്നു. കോരിന്ത്യയിലെ ദുഷ്ടൻ മടങ്ങി വരുന്നു. പത്രോസ് മടങ്ങി വരുന്നു. ദാവീദ് മടങ്ങി വരുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കൂ, ദ്രവ്യാഗ്രഹത്തിന് നീർച്ചുഴിയിൽ അകപ്പെട്ട ഒരു വ്യക്തി പോലും മടങ്ങി വന്നതായി വിശുദ്ധ വേദപുസ്തകത്തിലില്ല.
ആഖാൻ പോയി തിരിച്ചു വന്നില്ല, മിസസ് ലോത്ത് പോയി തിരിച്ചു വന്നില്ല, ഗേഹസി പോയി തിരിച്ചു വന്നില്ല, ദേവാസ് പോയി തിരിച്ചു വന്നില്ല, യൂദ പോയി തിരിച്ചു വന്നില്ല, അനന്യ സപ്പീറ പോയി തിരിച്ചു വന്നില്ല. നീയും പോയിക്കോ, തിരിച്ചു വരത്തില്ല. എന്നാൽ സ്വർഗത്തിൽ അപ്പച്ചൻ തരുന്ന നേരെ ചൊവ്വയുള്ള സമ്പത്തിൽ സന്തോഷിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആ നീർച്ചുഴിൽ അകപ്പെട്ട് അവൻ അഗാധ ഊപത്തിലേക്ക് പോകുന്നു, കെട്ടിഞ്ഞാന്ന് ചത്തുകളയുന്നു. അവന്റെ ഏറ്റുപറച്ചിൽ സ്വർഗം അംഗീകരിച്ചില്ല. ഏഴാമതൊരു വ്യക്തിയെയും കൂടെ നിങ്ങളുടെ മുൻപാകെ വരച്ചു കാട്ടുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം എന്റെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലി ഭക്ഷണം കെട്ടി ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമെന്ന് പറയും. എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? അറിയാമോ? അവൻ സ്വയമായി പറയുക. 3 കാര്യങ്ങൾ പറയുവാൻ അവൻ ആഗ്രഹിച്ചു. അപ്പാ, ഞാൻ സ്വർഗത്തോടെ നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് അന്തരംഗത്തിൽ പറഞ്ഞു. ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും ഇത് കേട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് തുറന്നു വായിക്കാം. അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പന്റെ അടുക്കലേക്ക് പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു. ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. ഒരു വാക്ക് പോലും പറയുന്നതിന് മുമ്പേ ലംഘനങ്ങളെ ഏറ്റുപറയുമെന്ന് അന്തരംഗത്തിൽ പറഞ്ഞപ്പോൾ അന്തരംഗത്തിലെ ഭാഷ മനസ്സിലാക്കുന്ന ഒരു അപ്പച്ചൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചെങ്കിൽ ആ പിതാവിന്റെ സന്നിധിയിലാണ് ഇന്ന് രാത്രി നമ്മൾ ഓടി ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചുംബനം ചെയ്യുന്നു. അതിനുശേഷമാണ് ഇവൻ വായി തുറക്കുന്നത്. വായി തുറന്ന് പറഞ്ഞ വാചകങ്ങളോട് നോക്കൂ. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ. 1, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. 1-ാം വാചകം പറഞ്ഞു. 2, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. 2-ാം വാചകവും പറഞ്ഞു. പിന്നെന്ത് സംഭവിച്ചു? അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേത്രമായ അങ്കി കൊണ്ടുവന്നാണ് ഇവനെ ധരിപ്പിക്കുക. 3 വാചകം പറയാനാണ് അവൻ ഒരുങ്ങിപ്പോയത്. ഒരു വാചകം പോലും പറയും മുമ്പേ അവന്റെ അന്തരംഗത്തെ കാണുവാൻ കഴിഞ്ഞ അപ്പച്ചൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ചുംബനം സ്വീകരിച്ച ശേഷം 2 വാചകമേ പറഞ്ഞു നിർത്തിയുള്ളൂ. 3-ാമത് പറയേണ്ടിയിരുന്ന വാചകം എന്തായിരുന്നു? നിന്റെ കൂലിക്കാൾ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. ആ വാചകം പറയിപ്പിച്ചില്ല. അവൻ ആ സമയത്ത് കൂലിക്കാരെ വിളിക്കുകയായിരുന്നുവെങ്കിൽ ആ പിതാവിനെ നമുക്ക് സ്തുതിക്കാമെന്ന് രാത്രിയിൽ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ആ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. അവനെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് ഏറ്റവും ശ്രേഷ്ഠ അങ്കി കൊണ്ട് അവനെ ആഭൂഷണം ചെയ്തുവെങ്കിൽ ആ പിതാവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഒരു നിമിഷം നമുക്ക് അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമാണോ? നിന്റെ അന്തരംഗത്തിന്റെ ഭാഷ അറിയുന്ന വലിയവനായ ദൈവം ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. നീ ഉന്നതമായ നിലകളിലേക്ക് കയറണമെന്ന്, നിന്റെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നീ നിർമ്മലമായ ഹൃദയത്തിന് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രി എത്ര പേര് ദൈവത്തിൽ പ്രാർത്ഥിക്കും? എല്ലാ തലകളും വണങ്ങട്ടെ. ആമേൻ. ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ നിന്റെ ഹൃദയത്തിൽ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അധരത്തിന്റെ മനോഹരതയിലല്ല,
ഭാഷയുടെ മനോഹരതയിലല്ല, അന്തരാത്മാവിന്റെ ഭാഷ അറിയുന്ന ഒരു അപ്പച്ചന്റെ മുൻപിൽ ഇന്ന് രാത്രി നമ്മൾ വന്നു ചേർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഠിന ഹൃദയനായ ഫറവോൻ അവൻ അനുഭവിച്ചു, പക്ഷേ വിമോചനം കിട്ടിയില്ല. അതെ, ബിലെയാം അവൻ പാപം ഏറ്റുപറഞ്ഞു, വിമോചനം കിട്ടിയില്ല. ആഖാൻ ഏറ്റുപറഞ്ഞു, വിമോചനം കിട്ടിയില്ല. ശൗൽ ഏറ്റുപറഞ്ഞു, വിമോചനം കിട്ടിയില്ല. യൂദാ ഏറ്റുപറഞ്ഞു, പാപത്തിന് മോചനമുണ്ടായില്ല. എന്നാൽ ആ ദാവീദിനെയും മുടിയ പുത്രനെ അംഗീകരിച്ച ദൈവത്തിന്റെ മുൻപിൽ നിന്റെ ഹൃദയത്തെ ഇന്ന് രാത്രി പരിശോധിക്കുമോ? കർത്താവേ, ഒരു വിശുദ്ധീകരണം ഇന്ന് രാത്രി എനിക്ക് ആവശ്യമായിരിക്കുന്നു. എന്റെ അന്തരാത്മാവിനെ കഴുകണമേ, മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തട്ടെ. നമുക്കൊരു ശുദ്ധീകരണത്തിന് രാത്രിയായി തീരട്ടെ. എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ ഞാൻ ദേശത്തിന് സൗഖ്യം വരുന്ന രാത്രി യേശുവിന്റെ രക്തത്താൽ ഒരു കഴുകൽ, ഒരു ശുദ്ധീകരണത്തിന് രാത്രിയായി തീരട്ടെ. കേവലം പാപം ഏറ്റുപറയുന്ന, ഞാൻ പാപം ചെയ്തെന്ന് പറയുന്ന വ്യക്തികളായിട്ടല്ല. പിന്നെയോ നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ അപ്പച്ച, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. യേശുവിന്റെ രക്തത്താൽ ഒരു നിർമ്മല ഹൃദയം ആവശ്യമാണ്. ദേശത്തിന് സൗഖ്യം വരുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനെ മധ്യത്തിൽ പരിവർത്തിക്കട്ടെ. ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന അപ്പച്ചന്റെ സ്നേഹവസനമായ ഭുജങ്ങൾ നമ്മുടെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി വീഴട്ടെ, നമ്മുടെ കഴുത്തിലേക്ക് വീഴട്ടെ. വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ശുദ്ധീകരണവും വിമോചനവും വിടുതലും ഈ രാത്രി ഉണ്ടാകട്ടെ. അനുഭവങ്ങളിലേക്ക് നടക്കുക. കർത്താവേ, സഹായിക്കണമേ. ഹൃദയംഗമായി തിരുസന്നിധിയിൽ അപേക്ഷിച്ചിരിക്കുന്ന ജനത്തെ ഇന്ന് രാത്രി ശുദ്ധീകരിക്കണമേ. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. എന്നാൽ ഏറ്റുപറച്ചിൽ അചരചരമല്ല, ആത്മാർത്ഥതയുള്ളതായിരിക്കാൻ ജനത്തെ സഹായിക്കണമേ. കരങ്ങളിൽ